കഴിഞ്ഞ എപ്പിസോഡിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് കണ്ടത്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കാണാം. നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേണം, അവിടെ എൻഡിങ്ങിന് 1 or 6 വേണം. അപ്പം രണ്ട് രീതിയിലുള്ള രണ്ട് രീതി കണ്ടുപിടിക്കാനുള്ള രണ്ട് രീതിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതി നമ്മളവിടെ പറയണം. അപ്പം ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അഡീഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അതായത് സ്റ്റാർട്ടിംഗ് നമ്പർ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഡിഫറൻസ് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടത് 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് നമ്പർ 1 + 5 ചെയ്ത് 6 കിട്ടും. പിന്നെ 6ൻ്റെ കൂടെ 5 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടും അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും 1 അടുത്ത കിട്ടുന്നത് എങ്ങനെയായിരിക്കും 6, പിന്നെ കിട്ടുന്നത് 11, അതുകൊണ്ട് 11ൻ്റെ കൂടെ +5 ചെയ്ത് കഴിഞ്ഞാൽ 16. അപ്പം ഇവിടെ നമുക്ക് എന്താണ് എൻഡിങ് ഇത് 1ലും 6ലും ഇവിടെ 1ഉം 6ഉം എല്ലായിടത്തും 1ഉം 6ഉം ആണ് എൻഡിങ്ങിലായിട്ട് വരുന്നത്. അപ്പം ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത്. അതായത് സ്റ്റാർട്ടിംഗ് നമ്പർ 1ഉം അതിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട നമ്പർ 5ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1ഉം 6ലും എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് നമുക്ക് കിട്ടും. ഒരു സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് കിട്ടും. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡിവിഷൻ മെത്തേഡാണ്. അതായത് ഇപ്പം നമ്മൾ 6നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും അല്ലേ? ഇനി അടുത്തത് 11നെ 5 വെച്ച് ചെയ്താൽ എത്ര കിട്ടും? ഇവിടെ നമുക്ക് 1 ആണ് കിട്ടുന്നത് അല്ലേ? റിമൈൻഡർ കിട്ടുന്നത്. ഇവിടെ എല്ലാം നമുക്ക് 1 റിമൈൻഡർ കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതായത് നമ്പറിനെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1ൻ്റെ കൂടെ 5ഉം കൂടെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 1 എന്നുള്ളതോ 6 എന്നുള്ളതോ ആയ റിമൈൻഡറിൻ്റെ എൻഡിങ് നമ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതാണ് രണ്ട് മെത്തേഡ്സ്. നമുക്കിനിയും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കാണാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. ഈ വെള്ളം വെളിയിലേക്ക് പോകുന്നത് 5 ലിറ്റർ പെർ സെക്കൻഡിലാണ് വെളിയിലേക്ക് വെള്ളം പോകുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഈ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ അളവിൻ്റെ സീക്വൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? എന്താണ്? 1000 ലിറ്ററാണ് നമ്മുടെ ടാങ്കിൻ്റെ അകത്തുള്ള വെള്ളം മുഴുവൻ. അതിൻ്റെ അകത്തുനിന്ന് 5 ലിറ്റർ പെർ സെക്കൻഡ്, അതായത് ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ലിറ്റർ വെള്ളമാണ് ഇനി ടാങ്കിൽ അവശേഷിക്കുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് ആ സീക്വൻസ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ എങ്ങനെയായിരിക്കും? ആഫ്റ്റർ 1 സെക്കൻഡ് 1000 - 5 എത്ര അല്ലേ? ഇതായിരിക്കും ആദ്യത്തെ ഒരു സെക്കൻഡിൽ. പിന്നെ അടുത്ത രണ്ടാമത്തെ സെക്കൻഡ് വരുമ്പോൾ എത്ര ആയിരിക്കും? അപ്പോൾ എത്ര? 990. മൂന്നാമത്തെ സെക്കൻഡിലോ 990 - 5 എത്ര വരും? 985. നാലാമത്തെ സെക്കൻഡിലാണെങ്കിൽ 985 - 5 എത്ര കിട്ടും? 980. അപ്പം ഈ ഒരു സീക്വൻസിലാണ് ഇവിടെ പോകുന്നത്. 5 മൈനസ് നമ്മൾ ചെയ്യാണ്, കാരണം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. കാരണം എന്താണ്? ഒരു സെക്കൻഡിൽ വെളിയിലേക്ക് ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 5 ലിറ്ററാണ്. അപ്പോൾ ഓരോ സെക്കൻഡിലും വെളിയിലേക്ക് പോകുന്ന വെള്ളം നമുക്ക് 5 ആയതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീക്വൻസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പേജ് നമ്പർ 15ലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് കാണാം. ഇത് നമുക്ക് ഒരു ആൾജിബ്രിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൾജിബ്രിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേണിലുള്ള നമ്പേഴ്സിനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഈ ആൾജിബ്രിക് സീക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര? 1 തൊട്ട് ഈവൻ നമ്പേഴ്സ് മാറ്റിയിട്ടുള്ള എല്ലാ നമ്പേഴ്സുമാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ വരും? 1 വരും, അത് കഴിഞ്ഞിട്ട് 2 എന്ന് പറയുന്നത് ഈവൻ അല്ലേ, അപ്പോൾ അത് മാറ്റുക. 3,
4 എന്ന് പറഞ്ഞാൽ ഈവൻ ആയതുകൊണ്ട് അത് മാറ്റുക, 5, 6 ഈവൻ ആയതുകൊണ്ട് അത് മാറ്റി, പിന്നെ 7, അങ്ങനെ 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 പോവാം. അപ്പം ഈ പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് 1, 3, 5, 7, 9 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക രീതിയിൽ എങ്ങനെയാണ് 2 into 1 minus 1. അപ്പോൾ എന്താ 2 into 1 എന്ന് പറഞ്ഞാൽ 2 ഇന്ന് 1 പോയാൽ 1 അല്ലേ. ഇനി വീണ്ടും നമ്മൾ 2 into ഇവിടെ നമ്മൾ 1 ഇട്ടു, അവിടെ അതുകൊണ്ട് ഇവിടെ നമ്മൾ 2 ഇട്ടു, -1 is equal to 2 into 2 is equal to 4 minus 1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും 3. അതേപോലെ ഇവിടെ 1, 2, ഇനി നമുക്ക് 3 അല്ലേ ഇടണ്ടേ. അപ്പോൾ 2 into 3 minus 1 is equal to 2, 3 is 6 minus 1 എത്ര 5 അല്ലേ. അതേപോലെ 2 into 4 minus 1 എന്ന് പറയുന്നത് 7 അല്ലേ. അപ്പോൾ ആ ഒരു പാറ്റേണിൽ ഇതങ്ങോട്ട് പോവാം. അപ്പം ഇവിടുത്തെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഈ ഒരു നമ്പറും എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. പക്ഷെ ചേഞ്ച് വരുന്നത് എവിടെയാണ്, ഈ ഇടയ്ക്ക് വരുന്ന 1, 2, 3, 4 എന്ന് പറയുന്നത് ആ നമ്പേഴ്സാണ് ചേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇതിൻ്റെ പാറ്റേണിന് വേണ്ടിയിട്ടൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്തൊക്കെയോ നമ്പേഴ്സ് 1, 2, 3, 4 എന്ന് പറയുന്നത് നമ്പർ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എണ്ണിട്ടു, കാരണം നമ്പർ ആയിരുന്നു. ഇനി -1. അപ്പം നമ്മുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്തുവാണ്, ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ആൾജിബ്രൈക് എക്സ്പ്രഷൻ എങ്ങനെയാണ്, xn is equal to 2n minus 1. അപ്പോൾ നമ്മുടെ ഓഡ് നമ്പേഴ്സിൻ്റെ ആൾജിബ്രൈക് സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സെക്കൻഡ് സെക്ഷൻ ഒന്ന് നോക്കാം. അപ്പം നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1ൽ എൻഡ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന് ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് 1ൽ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം 11 എടുത്തു കഴിഞ്ഞാൽ അത് 1ലാണ് എൻഡ് ചെയ്യുന്നത്. ഈ 11 എന്ന് പറയുന്ന ഈ നമ്പർ നമുക്ക് എങ്ങനെ കിട്ടാമെന്ന് വെച്ചാൽ xn is equal to 10n minus 9. ഇവിടെ n എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന് പറയുന്നൊരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തേന് 10 into 1 minus 9 is equal to എത്രയാണ്, 10 minus 1 എത്ര, 10 into 1 എത്ര 10 തന്നെ, -9 1 കിട്ടി അല്ലേ. അപ്പോൾ ഇനി അടുത്തത് പറയുമ്പോൾ ഇവിടെ 2 വരും അല്ലേ. അപ്പോൾ 10 അടുത്ത സെക്കൻഡ് വരുമ്പോൾ 10 into 2 minus 9 എത്ര കിട്ടും, 10 2s are 20, 20 minus 9 11 അല്ലേ. ഇനി അതേപോലെ 10 into 3 minus 9 is equal to 21. അപ്പോൾ 21. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ പാറ്റേൺ കിട്ടുന്നത്. അത് xn is equal to 10n minus 9 where n is equal to 1, 2, 3, 4. അപ്പോൾ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നമ്പേഴ്സും എൻഡിങ്ങിൽ 1 കിട്ടുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6, 1ലോ 6ലോ എൻഡ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് എന്താ 1 ഉണ്ട്, 6 ഉണ്ട്, 16 ഉണ്ട്, അപ്പോൾ ഇങ്ങനെ ഓരോ നമ്പേഴ്സ് ഇല്ലേ. അപ്പം നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ xn is equal to 5n minus 4. അപ്പോൾ n എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. is equal to 5 into 1 minus 4. 5 ones are 5. minus 4 എത്ര 1 കിട്ടി അല്ലേ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ 2 ഇട്ട് നോക്കാം. 5 into 2 minus 4. 5 2s are 10. 10 minus 4 6. ഇനി അടുത്തത് 5 എന്ന് പറയുന്നത് 3 ഇട്ട് നോക്കാം. 5 3s are 15. 15 minus 4 11 അല്ലേ. അപ്പോൾ ഇനി ഇത് 5 into 4 ചെയ്താൽ 5 നമുക്ക്
5 into 4 minus 4. 5 4 are 20 minus 4 is equal to 16. അപ്പോൾ നമുക്ക് ഇത് 1 6 11 16 ഇതെല്ലാം എൻഡ് ചെയ്യുന്ന എവിടെ 1-ലോ 6-ലോ ആണ് എൻഡ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമുക്ക് എന്താണ് 5n minus 4 xn is equal to 5n minus 4 എന്ന് പറയുന്ന ഈ ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ഏത് സീക്വൻസിലുള്ളത് 1-ലോ 6-ലോ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ആയിട്ട് ഇടുക. വീഡിയോ ഫേസ്ബുക്കിൽ കാണുവാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.